മഞ്ജു പറഞ്ഞത് സത്യമാണ്. ഇനി ഒരു പക്ഷേ ഈ അതിജീവിത അന്ന് ഈ കൊട്ടേഷൻ അല്ലെങ്കിൽ ഈ സംഭവം കേസാക്കിയില്ലായിരുന്നുവെങ്കിൽ ഉറപ്പാണ് അടുത്തത് മഞ്ജു വാര്യർ തന്നെയായിരിക്കും ഇതുപോലെ മറ്റൊരു സിറ്റുവേഷനിൽ വന്ന് വീഴാൻ പോകുന്നത്. മഞ്ജു വാര്യർ കൂടെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് ഈ ആസൂത്രണം ചെയ്ത ആളുകൾ പുറത്തു നിൽക്കുമ്പോൾ അത് ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അയാളെ പേടിച്ച്, അതായത് അത്തരം ഒരു ഭയം ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് കൂടി കടക്കുകയല്ലേ ശരിക്കും പറഞ്ഞാൽ? തീർച്ചയായിട്ടും ഈ ആളുകൾ അധികം വൈകാതെ കോടതിയിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ ഇനിയും അയാൾ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഇത് പല നടിമാരോടും ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് അയാൾ തന്നെ പറഞ്ഞു. ആ വ്യക്തി ഇനി ഇറങ്ങിയാലും ഇത് തന്നെയായിരിക്കും ചെയ്യുന്നത് എന്നൊരു എനിക്ക് തോന്നുന്നു ആ ഒരു ബോധം എന്തുകൊണ്ട് കോടതിക്ക് വന്നില്ല എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ആ ഭയം ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ്? എല്ലാ പ്രിവിലേജും അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു വിധി പറയാൻ സാധിക്കും. പക്ഷെ നമ്മളെപ്പോലുള്ള സ്ത്രീകൾക്ക് അത് പറ്റില്ല. നമുക്കെല്ലാം തന്നെ ഭയമാണ്. ഇനിയും എത്ര കുട്ടികൾ ഇത്തരത്തിൽ ദുരനുഭവം നേരിടേണ്ടി വരും ഇത്തരം ആളുകളിൽ കൂടി എന്ന് നല്ല ഭയമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. അത് മഞ്ജു പറഞ്ഞത് സത്യമാണ്. ഇനി ഒരു പക്ഷേ ഈ അതിജീവിത അന്ന് ഈ കൊട്ടേഷൻ അല്ലെങ്കിൽ ഈ സംഭവം കേസാക്കിയില്ലായിരുന്നുവെങ്കിൽ ഉറപ്പാണ് അടുത്തത് മഞ്ജു വാര്യർ തന്നെയായിരിക്കും ഇതുപോലെ മറ്റൊരു സിറ്റുവേഷനിൽ വന്ന് വീഴാൻ പോകുന്നത്. ഭാഗ്യത്തിന് അവൾ കേസ് കൊടുത്തത് കൊണ്ട് മാത്രമാണ് അവളെന്നല്ല പല പെൺകുട്ടികളും രക്ഷപ്പെട്ടത്. ആ ഒരൊറ്റ നമ്മൾ ഈ പറയുന്ന അതിജീവിത കാരണം മാത്രമാണ്. സിനിമാ മേഖലയിലുള്ള പലരും ഇങ്ങനൊരു പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല. സ്വന്തം ഒരു സഹപ്രവർത്തകയ്ക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നിട്ടും പലരും ഈ വിധി വന്ന ദിവസം പോലും ഇതിൽ പ്രതികരിക്കാനില്ലെന്ന് ഈ IFFK വേദിയിൽ നടക്കം പറയുന്നുണ്ട്. ഒരവസ്ഥയെ കൂടി ഒന്ന് അഡ്രസ് ചെയ്യണം. ഇല്ല, അവർക്ക് അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർക്ക് സിനിമ വേണം, അവർക്ക് അവസരങ്ങൾ ഉണ്ടാവണം. അത് പല രീതിയിലാണ്. നിർമ്മാതാക്കളും ടെക്നീഷ്യൻസും എല്ലാവർക്കും, പ്രൊഡ്യൂസേഴ്സിന് അയാളുടെ ഡേറ്റ് വേണം. ഇപ്പോഴും ചിലപ്പോൾ OTT-യിൽ ഇയാൾക്ക് മാർക്കറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ. OTT-യിൽ മാർക്കറ്റ് ഉണ്ടെങ്കിൽ ഇയാളെ വെച്ച് പടം ചെയ്യാൻ ഇനിയും നിർമ്മാതാക്കൾ മുമ്പോട്ട് വരും. ഞാൻ ചോദിക്കട്ടെ, ഈ വിധി വരുന്ന അന്ന് തന്നെയല്ലേ നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ശ്രീ മോഹൻലാൽ ആ പോസ്റ്റർ റിലീസ് ചെയ്യുന്നത്? ഒരു നിമിഷം ചിന്തിക്കണം, ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പോലും ചിന്തിച്ചില്ലല്ലോ എന്നാണ്. അവന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു, അവൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതും നമ്മൾ കേട്ടു. അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന മാതിരി അയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സാമ്പത്തിക സ്പേസ് ഉണ്ട്, സാമ്പത്തിക സ്പേസാണ്. അതാണിപ്പോൾ നമ്മൾ കണ്ടത്. നമ്മളെപ്പോഴും ഈ കോടതിയും അങ്ങനെ തന്നെയാണല്ലോ പ്രതീക്ഷിച്ചത്. ഇത് തന്നെയായിരിക്കും ഇനി അടുത്ത കോടതിയിലും പ്രതീക്ഷിക്കുന്നത്. അവിടെ നിന്നും പിന്നെ അടുത്ത കോടതിയിലേക്ക് പോകുമ്പോഴും നമ്മൾ ഇത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതീക്ഷയാണല്ലോ നമ്മളെ മുൻപോട്ട് നയിക്കുന്നത്. പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്.